ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫറവോന്റെ കൊട്ടാരത്തിലെ ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും നടുവിൽ വളരുമ്പോൾ താനൊരു രാജകുമാരിയുടെ മകനാണെന്നായിരുന്നു മോശയുടെ ബാല്യകാല വിശ്വാസം. എന്നാൽ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അവൻ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. തന്നെ വളർത്താൻ കൂടെ കൂട്ടിയ സ്ത്രീ വെറുമൊരു ദാസിയല്ല, തനിക്ക് ജന്മം നൽകിയ അമ്മയാണെന്ന സത്യം. ആ അമ്മയാണ് അവന് തൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. നീ ഒരു എബ്രായനാണെന്നും കൊട്ടാരത്തിന് പുറത്തുള്ള നിന്റെ സഹോദരങ്ങൾ നിന്നെപ്പോലെയല്ല, അടിമത്വത്തിൻ്റെ ചങ്ങലയിൽ ശ്വാസം മുട്ടി കഴിയുന്നവരാണെന്നും അമ്മ അവനെ ബോധ്യപ്പെടുത്തി. ഒരിക്കൽ കൊട്ടാരത്തിന് പുറത്തെ കാഴ്ചകൾ കാണാനിറങ്ങിയ മോശ കണ്ടത് നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. തൻ്റെ കൂടപ്പിറപ്പുകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു. കൊട്ടാരത്തിലെ പട്ടുമെത്തയെ കിടന്നിട്ടും അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൺമുന്നിൽ കണ്ട ആ പീഡനങ്ങൾ അവൻ്റെ ഉറക്കം കെടുത്തി. തൻ്റെ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന ചിന്ത അവൻ്റെ മനസ്സിനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. അവരെ സഹായിക്കാനുള്ള ആവേശത്തിൽ അവനൊരു കയ്യബദ്ധം സംഭവിച്ചു. ഒരു എബ്രായനുമായി വഴക്കിട്ട ഈജിപ്തുകാരനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ഈജിപ്തുകാരൻ മരിച്ചു വീണു. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മോശ അവിടം വിട്ട് ഓടിപ്പോയി. മിദ്യാനിലെ മരുഭൂമിയിലെ ഏകാന്തതയ്ക്ക് ശേഷം അവൻ മടങ്ങിയെത്തിയത് പഴയ പേടിച്ചുപോയ യുവാവായിട്ടല്ല, മറിച്ച് തൻ്റെ ജനതയ്ക്ക് വേണ്ടി നീതി ചോദിക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ടാണ്. സുഖസൗകര്യങ്ങളും മുഴുകി ജീവിക്കാമായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഉറക്കം കെടുത്തിയ ചിന്തകൾക്ക് പരിഹാരം കാണാൻ ഫറവോന്റെ മുൻപിൽ നെഞ്ചുവിരിച്ചു നിന്ന് നീതിക്കായി വാദിച്ചു. സമ്പത്തിലും സുഖത്തിലും മങ്ങി കഴിയേണ്ടവരല്ല യഥാർത്ഥ ദൈവമക്കളെന്ന് മോശയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. നീതി നിഷേധിക്കപ്പെടുന്ന സഹോദരന് വേണ്ടി നിലകൊള്ളാനാണ് തൻ്റെ ജീവിതമെന്ന് അവൻ തെളിയിച്ചു. ഈ നോമ്പുകാലം നമ്മുടെയും ഉറക്കം നഷ്ടപ്പെടുത്തണം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സഹോദരന്റെ വേദനയിലേക്ക് തുറക്കപ്പെടണം. എൻ്റെ ഈ ചെറിയ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിൻ്റെ വചനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശക്കുന്നവനും ദാഹിക്കുന്നവനും വേദനിക്കുന്നവനും ക്രിസ്തുവിൻ്റെ തന്നെ പ്രതിരൂപമാണെന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു സഹോദരന്റെ കഷ്ടപ്പാടിൽ മനസ്സ് അസ്വസ്ഥമാകുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാനാവില്ല. അന്ധമായ ആത്മീയതയല്ല, മറിച്ച് അവരൻ്റെ വേദനയിലേക്ക് നമ്മെ ഉണർത്തുന്ന ഒരു ബോധ്യമാണ് നോമ്പ്. മോശയുടെ ഉറക്കം കെടുത്തിയ ആ നീതിബോധം നമ്മിലും ഉണ്ടാവണം. സുരക്ഷിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ദുരിതമനുഭവിക്കുന്നവരെ കൈപിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴേ നോമ്പ് പൂർണ്ണമാകും. നോമ്പ് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കട്ടെ. ആ അസ്വസ്ഥതയാണ് ആത്മീയ വിഭോജനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Jari